ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുടെ രാജി വളരെ അപ്രതീക്ഷിതമായിരുന്നു. സർക്കാർ ഇപ്പോഴും മൗനത്തിലാണ്. പകരം ആര് എന്നൊരു ചോദ്യം കൂടി മുന്നിൽ നിൽക്കും. ആരെന്നുള്ള ചോദ്യത്തിനൊന്നും നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം അത് BJP ആണ്, അവർ തീരുമാനിക്കുന്നതാണ്. അവരെന്ത് തീരുമാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. ജഗദീപ് ധൻഖർ ആവും എന്ന് കരുതിയതുമല്ല. അപ്പോൾ ആ സമയത്താണ് ജഗദീപ് ധൻഖർ ആയത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്നാണ് മോഹൻ ഭഗവത് നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ. അതായത് 75 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാ പരിപാടിയൊക്കെ നിർത്തി പോകേണ്ട സമയമാണ് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്ന ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയത്. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ടാവും. ഇത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 75 ആകാൻ പോകുന്നു, മോഡിക്ക് 75 ആകാൻ പോകുന്നു, അദ്ദേഹത്തിന് 75 ആകാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് ഇട്ടതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ അങ്ങനെ. മറ്റൊന്ന്, ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നോട്ടീസുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സർക്കാരിനെ ചൊടിപ്പിച്ചിരുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട്. അപ്പം അത് അത്തരത്തിലുള്ള സർക്കാരുമായിട്ടുള്ള എന്തെങ്കിലും അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് പുറത്തുനിന്ന് ഉപരാഷ്ട്രപതി രാജിവെക്കാൻ BJP അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് എറിഞ്ഞു നോക്കിയാൽ തോന്നും എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ റെസ്പോൺസ്, സമൂഹം എങ്ങനെ സ്വീകരിക്കും, അതിൻ്റെയൊക്കെ ഒരു കാര്യമായിരിക്കും. അദ്ദേഹം പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ അതൊരു കണക്ക് നല്ലതാണ്. പലരും വിചാരിക്കുന്ന സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ മരിക്കുന്നവരെ ആ സ്ഥാനത്തിരുന്ന് മരിക്കണം. അപ്പം എല്ലാ ഓണവും കിട്ടില്ല, സ്റ്റേറ്റ് ഓണം മൊത്തം കിട്ടും. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി ആയിരിക്കും മരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് അത് പറയും. അങ്ങനെയൊക്കെ. പക്ഷെ അദ്ദേഹം അങ്ങനെ ആലോചിച്ചില്ല. അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് നിർത്തി ചികിത്സിക്കാൻ പോകുന്നു. നല്ല കാര്യം. മറ്റെന്തെങ്കിലും കാരണമാണെങ്കിൽ അത് പറയണമെന്നുള്ളതും പ്രതിപക്ഷം പറയുന്നുണ്ട്. പ്രതിപക്ഷം പറയുന്നതനുസരിച്ച് ചെയ്യാൻ നിൽക്കുന്നതല്ലല്ലോ മോഡി. മോഡിയപ്പോൾ പ്രതിപക്ഷം പറയുന്നതനുസരിച്ച് കോൺഗ്രസ്സുകാരൊക്കെ ചിലപ്പം പ്രതിപക്ഷം പറയുന്നത് കേട്ടെന്ന് വരും. മോഡി കേൾക്കില്ലല്ലോ. ഇതിന് പകരം ആര് എന്നൊരു ചോദ്യത്തിന് ശശി തരൂരിന്റെ പേരാണ് കൂടുതൽ. ശശി തരൂർ ആവാം. BJP അല്ലൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മുടെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവാം. കാരണം ഇതാരും ആകാം. ശശി തരൂരിനെ അവരിങ്ങനെ ഇവിടുന്ന് ചാടിപ്പിച്ച് അവിടെ നിന്ന് കളിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മാത്രമല്ല, ഈ ഇടയ്ക്കായിട്ട് തരൂര് കോൺഗ്രസിനെ വല്ലാണ്ട് വിമർശിക്കുന്നുണ്ട്, അടുപ്പിച്ചടുപ്പിച്ച് വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഒപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് കുറച്ചുകൂടി അഗാധമായിട്ട് ഇറങ്ങുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും കാണുകയും ചെയ്യുന്നുണ്ട്. ഈ സയൻസ് സംതിങ് അത് ഉറപ്പാണ്. പക്ഷേ ഇതാണോന്ന് അറിയില്ല. ഉപരാഷ്ട്രപതിയായിട്ട് പിന്നെ മറ്റേ കോൺഗ്രസിലേക്കാണ് ഉപരാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ അടുത്ത രാഷ്ട്രപതി ബർത്ത് കിട്ടും. BJPക്ക് അങ്ങനെ സംവിധാനമില്ല. ഒരു ഉപരാഷ്ട്രപതിയായ പല ആളുകളെയും പിന്നെ രാഷ്ട്രപതി ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് ഉപരാഷ്ട്രപതി ശശി തരൂരിൻ്റെ അജണ്ടയിൽ ഇല്ലാത്തതാണ്. രാഷ്ട്രപതിയൊക്കെ വേണമെങ്കിലാവാം. അത് കുറച്ച് പ്രായമായിട്ട് അങ്ങനെ വിചാരിക്കും. അപ്പോൾ അദ്ദേഹത്തിനുള്ള സെക്രട്ടറി ജനറൽ ആവാന്നുള്ള അജണ്ട, കേരള മുഖ്യമന്ത്രി ആവാന്നുള്ള അജണ്ട, ഇതൊക്കെയാണ് തോന്നുന്നു. പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇത് കിട്ടിയാൽ ചിലപ്പോൾ അത് മേടിച്ച് വെക്കും. പക്ഷെ അതിൽ കൂടെ എനിക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ സാധ്യത. അപ്പോൾ സാധ്യത ഈ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മോഡിനെ ഇഷ്ടമില്ലാതുള്ളൂ. മുസ്ലിം രാജ്യങ്ങൾക്ക് മോഡിനെ വലിയ ഇഷ്ടമാണ്. അപ്പം ഈ ഗുജറാത്ത് കലാപം നടന്നപ്പോൾ കലാം പ്രസിഡൻ്റായത്. അത് BJP വലിയ രീതിയിൽ ഗുണം ചെയ്തൊരു കാര്യമാണ്. കാരണം ഇവർ വർഗീയവാദികളാകാൻ വേണ്ടി മുസ്ലിമിനെ പിടിച്ചാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ബ്രീഫിങ്ങിന് വേണ്ടി മുസ്ലിം കേണനെയാണ് ഒരു സോഫിയ ഖുറേഷി ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നിയോഗിച്ചത്. അങ്ങനെയുള്ള ചിലപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനായ അത്ഭുതപ്പെടണം വേണ്ട. ആരിഫ് മുഹമ്മദ് ഖാൻ പല BJPക്കാരെക്കാട്ടും ഹിന്ദുത്വത്തിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ള ആളാണ്, ധാരണയുള്ള ആളാണ്. അയാൾ അന്നും ഇന്നും ഒരേ നിലപാടിൽ നിൽക്കുന്ന ആളാണ്. പിന്നെ ആരാണെന്ന് വെച്ചാൽ താനാണെന്ന് പറയുന്ന ആളാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും സംശയിക്കുന്നു വേണം. തരൂരിന്റെ പേരാണ് കൂടുതലും ഉന്നയിക്കുന്നത്. അതുകൊണ്ടായിരിക്കും തരൂർ ഇത്തരത്തില് കോൺഗ്രസിനെ അതിപ്പോ ശരീരം ഇങ്ങനെ ഉന്നയിക്കുന്നത്. അപ്പൊ തരൂരിന് കൊടുക്കാൻ പറ്റിയ ഒരു പോസ്റ്റ് എന്താണ് എന്ന് ആളുകൾ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നപ്പോൾ രാജിവെപ്പിച്ച് RSSനെ രാജിവെപ്പിച്ച് തരൂരിന് കൊടുക്കാൻ പറ്റുന്ന പ്രസക്തി BJP തരൂരിനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ചില വാഗ്ദാനങ്ങളുടെ പേരിലായിരിക്കുമല്ലോ തരൂർ ഇത്രയും വിമർശനങ്ങൾ. കാരണം പണ്ടൊന്നും ഇത്രത്തോളം കോൺഗ്രസിനെ വിമർശിച്ചിട്ടില്ല. ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് പ്രത്യേകിച്ച് ഈ രാജ്യാന്തര തലത്തിൽ ആ ഒരു സർവകക്ഷി ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പോയതിനു ശേഷമാണ് കുറച്ചുകൂടി മോദി പൂജ എന്ന് തന്നെ പറയാം, മോദിയോടുള്ള അത്രയും ആഗ്രഹം അദ്ദേഹത്തിന് കൂടി വന്നത്. അതായിക്കൂടെ? അതായിരിക്കാം. അത് പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. അത് ശശി തരൂരിനെ താഴ്ത്തി കിട്ടുന്ന പോലെ ആയിപ്പോവും. ഞാൻ ശശി തരൂരിന് കൊടുക്കുന്ന ഓഫറിലുപരിയായിട്ട് ശശി തരൂരിൻ്റെ സ്വപ്നങ്ങളാണ് ഞാനെപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത്. ഒരു ഓഫറിൻ്റെ പിന്നാലെ ശശി തരൂരിനെ പോലെ ഒരാൾ പോകുന്നത് വെച്ചാൽ അദ്ദേഹത്തെ താഴ്ത്തി കിട്ടുന്നത് തന്നെയാണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് സ്വപ്നങ്ങളുണ്ട്.
ആ സ്വപ്നങ്ങൾ മെറ്റീരിയലൈസ് ചെയ്യാനുള്ള വഴി അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ എനിക്ക് ഉപരാഷ്ട്രപതി പദമൊന്നുമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കീഴ് കേസാണ്. ഇപ്പോൾ യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് അത് സർക്കാരുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാകാൻ സാധ്യത? നമുക്കിതെല്ലാം ഊഹാപോഹങ്ങളാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് രാജിവെക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോഴും യശ്വന്ത് വർമ്മയുടെ ഒരു കാര്യം സർക്കാരുമായിട്ടുള്ള പ്രശ്നം അത് ചിലപ്പം ആയിരിക്കും, പക്ഷെ നമുക്കങ്ങനെ ഉറപ്പിക്കാന്നുള്ളതാണ്. അങ്ങനൊരു അതിന് വേറെ ഏത് പദവിയിലൊക്കെയാണ് ശരി. ഉപരാഷ്ട്രപതിനെയൊക്കെ രാജിവെപ്പിക്കാന്ന് വെച്ചാൽ അതിന് കൂടിപ്പോകും. അത് പിന്നെ അത് കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് അത് വരും. BJP RSSനുള്ള തന്നെ പ്രശ്നങ്ങളാവും. RSSനുള്ള പ്രശ്നമായി കഴിഞ്ഞാൽ പിന്നെ മോഡീൻ്റെ കാര്യമൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതെനിക്ക് തോന്നുന്നില്ല. അത് ആളുകൾ പറയുന്നതായിരിക്കും. അദ്ദേഹത്തെ വളരെ സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി പ്രത്യേകിച്ച് എന്ത് ചെയ്യാണ്? അതായത് രാജ്യസഭ അധ്യക്ഷനായിരിക്കുക എന്നുള്ള അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ജോലി. അങ്ങനെ പ്രായത്തിന്റെ ഇത് പറഞ്ഞാലും അങ്ങനെയാണെങ്കിൽ അടുത്തത് മോദി ആയിരിക്കത്തില്ലേ? അതിന്റെ ടെസ്റ്റോസാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയായിരിക്കും ജനം പ്രതികരിക്കുക എന്തായിരിക്കും? കാരണം അദ്ദേഹം എന്ന് വെച്ചാൽ അങ്ങനെ ഈ മോഹൻ ഭഗവതിനെ പോലെ അല്ലെങ്കിൽ മോഡിനെ പോലെ അത്ര പോപ്പുലർ ആയ ആളൊന്നല്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെ ഉണ്ടാവും? മാത്രമല്ല ഒരു പുതിയ പലർക്കും ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്യുക. ഉപരാഷ്ട്രപതിയൊക്കെ മരിച്ചാലേ മാറുള്ളൂ, അല്ലെങ്കിൽ ആ കാലാവധി കഴിഞ്ഞാലേ മാറുള്ളൂ. ഇതല്ല, രാജിവെക്കാമെന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാവാം. അത് പലർക്കും യാഞ്ഞിരിക്കുന്ന പലർക്കും, അമർന്നിരിക്കുന്ന പലർക്കും അതൊരു ഇൻഡിക്കേറ്ററാണ്. ആ രീതിയിലാവും. മോദിയുടെ പ്രായം ആധിക്യം, പക്ഷെ മോദി ഇല്ലാത്ത ഒരു രാജ്യം അല്ലെങ്കിൽ BJP സർക്കാർ അത് എങ്ങനെയായിരിക്കും പിന്നീട്? അത് ആലോചിച്ചല്ലേ അവർക്ക് ചെയ്യാൻ പറ്റൂ. കാരണം മോദിയോളം ഒരു പ്രഭാവമുള്ള അല്ലെങ്കിൽ ഒരു ധൈര്യമുള്ള ഒരു വ്യക്തി ഇനി തിരഞ്ഞെടുക്കുക. അമിത്ഷാ ഓക്കെയാണ്, പക്ഷെ അതും അവർക്ക് നേരിടുന്ന വലിയൊരു പ്രശ്നം. ധൈര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. മുരളീധരനൊക്കെ ഉണ്ട്. ധൈര്യത്തിന് കുറവൊന്നുമില്ല. RSSകാർക്കാണ് ധൈര്യത്തിന് കുറവ്. ധൈര്യമൊക്കെ ഉണ്ട്. അതവർക്ക് മോഡീൻ്റെ അതേ ക്വാളിറ്റി ഉള്ള 10 ആളുകൾ. പക്ഷെ മോഡി ഒരു വലിയൊരു പോപ്പുലർ ഐക്കണായി മാറി. ഒരു പോപ്പുലർ ഐക്കൺ ഉണ്ടായിക്കൊണ്ടുവരാത്തുള്ളവർക്ക് അത് ടൈം എടുക്കും. ഈ ഹോഴ്സ് ബ്രീഡിങ് പോലെയാണ്. ഹോഴ്സ് ബ്രീഡിങ് നമ്മൾ 10-50 വർഷമൊക്കെ എടുത്തിട്ടാണ് നല്ല ബ്രീഡ് ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രശ്നം. BS എന്നൊരു ഐക്കൺ ഉണ്ടാക്കിയെടുക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ട്? അല്ലെങ്കിൽ ഇപ്പം പിണറായി വിജയൻ, അത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അപ്പം അതൊരു പ്രോബ്ലമാണ്. മോഡിനെ പോലെ ആളെ മാറ്റുമ്പോൾ റീപ്ലേസ്മെൻറ്റ് അത്ര എളുപ്പം എല്ലാവർക്കും സ്വീകാര്യനാണോ? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവുമാകാം. വ്യക്തിജീവിതം ഒരു ഘടകമാണ്. മോഡിക്ക് അത് ഫാമിലി ഇല്ലാത്തതിൻ്റെ ഒരു ഗുണം മോഡിക്കുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും അദ്ദേഹം നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് പല നേതാക്കന്മാരെ നശിപ്പിച്ച ഭാര്യമാരും മക്കളും കൂടിയാണ്. നേതാക്കന്മാർ നല്ല ആളുകളായിരിക്കും. ഈ ഭാര്യയും മക്കളും സ്വയം തരും. വീട്ടിൽ സമാധാനം വേണ്ടി. ഇനി ഈ പ്രശ്നക്കാരായ ഭാര്യയും മക്കൾ ഒരു പത്രസമ്മേളനം വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അതിൻ്റെ പിന്നാലെ പോകുള്ളൂ. കാരണം ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാളെ കല്ലാതെ ചെയ്യാൻ നാട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് പല ആളുകളും നശിപ്പിച്ച ഭാര്യമാരും മക്കളും ഉണ്ട്. മോഡിക്കിന് അങ്ങനെ പ്രശ്നമല്ല. പിന്നെ മോഡിയുടെ ഭാര്യയുടെ ഇതിനൊന്നും നിൽക്കുന്നില്ല. ഒരു പാവം അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ലേഡിയാണ്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നമുക്കറിയാം, രാജ്യ സുരക്ഷ എന്നുള്ള രീതിയിലൊക്കെ ഇനിയൊരു നമ്മൾ അതല്ല ചർച്ച ചെയ്യുന്നെങ്കിൽ ഇനിയൊരു പ്രധാനമന്ത്രി എന്നുള്ളൊരു സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ BJP അത് ആലോചിച്ച് ചിന്തിച്ച് വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വലിയ സമയമുണ്ടല്ലോ. ഇനിയിപ്പം 2-3 വർഷമല്ലേ, അതിനിടയ്ക്ക് ആളെ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഉപരാഷ്ട്രപതിയായിട്ട് ശശി തരൂരിനെ പ്രതീക്ഷിക്കുന്നതല്ലേ? എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. BJPക്കാരാണ്. ചിലപ്പോൾ രജനീനെ വിളിച്ച് ആയിക്കളി പറയാൻ പറ്റില്ല. നാളെ രാവിലെ രാജീവ് ചന്ദ്രശേഖർ വിളിച്ചിട്ട് അമിത്ഷായുടെ കോള് വരും എന്ന് പറഞ്ഞാൽ ഏതായാലും എന്തോ ഇതിന്റെ പിന്നിലുണ്ടല്ലേ? വെറും ആരോഗ്യപരമായ കാരണം തോന്നുന്നില്ല. അതൊരു വലിയൊരു പ്രസിഡൻസ് സൃഷ്ടിക്കാൻ തോന്നുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പ്രസിഡൻസ് സൃഷ്ടിക്കാൻ തോന്നുന്നു. ഒരു മാതൃക സൃഷ്ടിക്കാൻ തോന്നുന്നു. എന്തിൻ്റെ എന്നൊക്കെയുള്ള പിന്നെ ഈ ക്ലാരിറ്റി വരാതിരിക്കുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് രാഷ്ട്രപതി ഒക്കെ, പിന്നെ UN സെക്രട്ടറി ജനറൽ, കേരള മുഖ്യമന്ത്രി, നമുക്കൊരാളെ ഒരു ഉപരാഷ്ട്രപതി കസേര രാജ്യസഭയിൽ പോയി അധ്യക്ഷനായിരിക്കുക ശശി തരൂരിന് എന്തൊക്കെ പഠിക്കും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.